അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. പേരെന്താ? ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ലിറ്റിൽ ക്രിയേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് തുളസി എന്നാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ താരൻ പോകാനുള്ള ഒരു അടിപൊളി മരുന്ന് പറഞ്ഞു തരാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മറ്റൊന്നല്ല, നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ അത്. അപ്പോൾ അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഒരുപാടാണ്. ഈ ഒരു ടോപ്പിക്കിലുള്ള വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ഒരുപാടായി വിചാരിക്കണം. അപ്പോൾ എന്നോടൊരു സബ്സ്ക്രൈബർ ചോദിച്ചു ഇതിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇത്ര പെട്ടെന്ന് ഇട്ടത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഡിഫ്യൂസ്ഡ് വാട്ടറാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ആര്യവേപ്പ് നമുക്ക് ഇങ്ങനെ അല്ലാതെയും തലയിലിടാം. അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇല വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കുക. എന്നിട്ട് അതിൻ്റെ പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഹെയർ മാസ്ക് ഇടാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് താമസിയാതെ തന്നെ ചെയ്യാം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാട്ടറാണ്. അപ്പോൾ വാട്ടറാണ് ഏറ്റവും ബെസ്റ്റ്. പൊടി ഉപയോഗിക്കുമ്പോഴൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ തലയിൽ ആ പൊടി ഇരിക്കും. അപ്പോൾ ഈ ഡാൻഡ്രഫ് കൂടാനുള്ള ചെറിയൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ ആര്യവേപ്പിൻ്റെ പൊടി ഉപയോഗിക്കുമ്പോഴുള്ള ചെറിയൊരു പ്രശ്നം. പക്ഷെ അതൊന്നും വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് കഴുകി കളഞ്ഞാൽ മതി. നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 തവണ ഹെയർ വാഷ് ചെയ്താൽ മതി. അതിൽ കൂടുതൽ വേണമെന്നില്ല ഈ താരനുള്ള ആളുകൾ കേട്ടോ. അപ്പോൾ കൂടുതൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ താരൻ കൂടാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ നീം കൊണ്ടുള്ള ഒരു അടിപൊളി ഡിഫ്യൂസ്ഡ് വാട്ടറാണ്. അപ്പോൾ ഈ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4 യൂസാണുള്ളത്. ഒരു പടിക്ക് 4 പക്ഷി നമുക്ക് പറയാം. ഇതുകൊണ്ടുള്ള വേറെ യൂസ് എന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് മുടി വളരും. പിന്നെ തലയിൽ പേൻ്റെ ശല്യമുള്ളവരാണെങ്കിൽ പേൻ പോവും. പിന്നെ പലർക്കുള്ളൊരു പ്രശ്നമുള്ള മോക്കുരു. അപ്പോൾ ഈ മോക്കുരു പോകാനും ഈ മരുന്ന് സഹായിക്കും. നമ്മൾ ഈ ആര്യവേപ്പ് എന്ന് വെച്ചാൽ ഒരുപാട് ഉപകാരമുള്ള ഒരു ഔഷധ സസ്യമാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ താരം പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ മരുന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. ആര്യവേപ്പിൻ്റെ ഇലയും വെള്ളമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൈക്ക് ഒരു പിടി ആര്യവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3/4 ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇരുമ്പിൻ്റെ പാത്രം വെക്കുന്നതാണ് ബെസ്റ്റ്. അപ്പോൾ ഞാനിവിടെ ഒരു അലുമിനിയത്തിൻ്റെ പാത്രമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇരുമ്പിൻ്റെ പാത്രം കുറച്ച് കരി പിടിച്ചാണ്. അപ്പോൾ ഇനി ഞാനത് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഇവിടെ പരാതി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു. ഇത് ചൂടാവാനൊന്നും നിൽക്കുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആര്യവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് കഴുകിയ ഇലയാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ മഴയാണോ വെയിലാണോ എന്ന് പറയാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് പൊടി ഉണ്ട് അത്യാവശ്യം. അതുകൊണ്ടാണ് ഞാൻ കഴുകിയത്. അപ്പോൾ നല്ല മഴക്കാലമാണെന്നുണ്ടെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല കഴുകൊന്നും വേണ്ട, നമുക്ക് അതുപോലെ തന്നെ എടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ തിളയ്ക്കുക എന്ന് വെച്ചാൽ തിളച്ചിട്ട് നമ്മുടെ ഈ വെള്ളത്തിൻ്റെ കളർ ഒരു ചെറുപയർ പച്ച കളറാവും. അപ്പോൾ അതുവരെ നന്നായിട്ട് തിളപ്പിക്കണം. അത് മാത്രമല്ല, നമ്മളെ ഈ ഇല ഉണ്ടല്ലോ, ഇലകളൊക്കെ എന്ന് വെച്ചാൽ അതേപോലെ തന്നെ കളർ ചേഞ്ച് ആവും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആര്യവേപ്പ് എന്ന് പറഞ്ഞാൽ ഈ അണുക്കളൊക്കെ അകറ്റാനുള്ള ഒരു ബെസ്റ്റ് സംഭവമാണ് ആര്യവേപ്പ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ചൊറിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആര്യവേപ്പിൻ്റെ ഈ വെള്ളത്തിൽ കുളിച്ചാലൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ കുറച്ചധികം വെള്ളം തിളപ്പിക്കണം. പിന്നെ നിങ്ങൾക്കറിയാലോ, പേസ്റ്റ്, സോപ്പ്, ഫേസ് വാഷ്, ക്രീമുകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വീട് വൃത്തിയാക്കുന്ന ഒരുപാട് ലോഷൻസ്, അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഈ ആര്യവേപ്പിൻ്റെ എക്സ്ട്രാക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലുള്ള ഈ ഇല ഉണ്ടല്ലോ, ഈ വെന്ത ഇല, അപ്പോൾ അത് ഞാൻ കളയാറില്ല. അത് ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് തലയിൽ തേക്കാറാണ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ഇല ഒക്കെ നന്നായിട്ട് കളറ് മാറിയിട്ടുണ്ട്. വെള്ളം പച്ച കളറായി തുടങ്ങി. അപ്പോൾ ഇനി നമുക്കിത് അധികം കത്തിക്കണ്ട, തീ കുറയ്ക്കാം. അപ്പോൾ നമ്മുടെ ആര്യവേപ്പ് റെഡിയായി. ഞാനതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു. ഇത് ചൂടാറിയിട്ടോ. ഇനി നമുക്കിത് അടുത്ത ദിവസമാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിത് സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഈ ഇല ഇതൊന്ന് എടുത്ത് മാറ്റാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഇല ഇട്ടിട്ട് തന്നെ നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ നന്നായിട്ട് അടച്ച് വെക്കണം കേട്ടോ ഈ പാത്രം. അപ്പോൾ അടുത്ത ദിവസമായി നമ്മുടെ വെള്ളം. ഞാൻ ഇനി അതിൻ്റെ ഉപയോഗം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് എന്ന് വെച്ചാൽ സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചിട്ടാണ് തലയിൽ അപ്ലൈ ചെയ്യാറ്. പിന്നെ അതുപോലെ തന്നെ മുഖത്താണെങ്കിലും നമുക്കിതിങ്ങനെ സ്പ്രേ ചെയ്താൽ എളുപ്പം പണി തീരും. അപ്പോൾ സ്പ്രേ ബോട്ടിലും അതുപോലെ തന്നെ ഞാൻ എന്താ പറയുക, നമ്മൾ കോട്ടൺ എടുത്തിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം.
പിന്നെ ഇതൊന്നല്ലാത്തൊരു രീതി എന്ന് പറഞ്ഞത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് തല നനയ്ക്കുക ഈ വെള്ളം കൊണ്ട്, എന്നിട്ട് അരമണിക്കൂർ വെറുതെ അങ്ങനെ ഇരിക്കണം. അതാണൊരു പ്രശ്നം. അപ്പോൾ ഈ തുമ്മൽ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് കുറച്ച് പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ സ്പ്രേ ഉപയോഗിക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ ഒഴിച്ച് വെക്കാം. അപ്പോൾ ഈ ബോട്ടിൽ ഒഴിച്ച് വെച്ചാണ് ഞാൻ ഡെയിലി മുഖത്ത് സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ തലയിൽ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ തലയിൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത്, എന്നിട്ട് അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കും. അതല്ലെങ്കിൽ ഉള്ളൊരു വഴിയെന്ന് വെച്ചാൽ നമ്മൾ കുളി കഴിഞ്ഞിട്ട് തല തോർത്താൻ ഉള്ള സമയമാവില്ലേ, ആ സമയത്ത് ഒഴിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കരുത്, എന്നിട്ട് തല തോർത്തുക. അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഇത് പഞ്ഞി വെച്ചിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ടും നമുക്ക് മുഖത്ത് ഇടാം. അപ്പോൾ അങ്ങനെ 2 മെത്തേഡ് ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് മുഖം കഴുകാം ഈ വെള്ളം ഉപയോഗിച്ചിട്ട്. ഇപ്പം ഞാൻ കാണിച്ചിരുന്നത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന രീതിയാണ്, ഇപ്പോൾ ഈ കയ്യിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്ക് തലയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തല നന്നായിട്ട് ചെയ്യണം. അപ്പോൾ കെട്ടൊന്നും പാടില്ല തലയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തലമുടി ഇങ്ങനെ ഓരോ പാർട്ടായി എടുത്തെടുത്ത് നമ്മൾ ഇതിൽ സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക പഞ്ഞിയിൽ മുക്കിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് തല ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതായാലും അരമണിക്കൂർ നേരം നമ്മൾ ഇരിക്കണമല്ലോ, അപ്പോൾ ആ സമയത്ത് ഒരു 5 മിനിറ്റ് നേരം നമ്മളൊന്ന് മസാജ് ചെയ്യുന്നത് ബെസ്റ്റാണ്. അപ്പോൾ നല്ലൊരു രക്തോട്ടം തലയ്ക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം സ്പ്രേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്പ്രേ ചെയ്യുന്നത് ഇതുപോലെ തന്നെ മുടി പാർട്ടാക്കി ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ആര്യവേപ്പിൻ്റെ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ്, മീൻസ് ഈ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് എണ്ണ തേക്കണം കേട്ടോ തലയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഈ പഞ്ഞിയിൽ മുക്കിയിട്ട് തലയിലിടുകയാണ്. അപ്പോൾ ഞാൻ തല കഴുകിയതുകൊണ്ട് ഞാൻ തലയിൽ ഒഴിക്കുന്നത് കാണിക്കുന്നില്ല. തലയിൽ നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കുന്ന പോലെ തന്നെ അങ്ങോട്ട് ഒഴിക്കുക. ഇനി നമുക്ക് തലയിൽ ചെറിയൊരു മസാജ് ചെയ്യാം. പിന്നെയുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഷാമ്പു ഒക്കെ ഇട്ട് കഴിഞ്ഞ് വെള്ളം ഒഴിക്കൂലേ തലയിൽ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടീഷണറിനൊക്കെ പകരം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് തല തോർത്തുക നേരെ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ താരം പോകാൻ ബെസ്റ്റ് മരുന്നാണിത്. അപ്പോൾ നിങ്ങളിത് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഫേസ് പാക്കോ ഹെയർ പാക്കോ എന്ത് വേണമെങ്കിലും ഇട്ടോളൂ. ഇതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം ഉപയോഗിക്കണം, എന്നിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കുക. അല്ലാണ്ട് നിങ്ങൾ 1-2 ദിവസം ഇട്ടിട്ട് അത് കിട്ടുന്നില്ല എന്ന് പറയരുത്. അപ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ ഒരുപാട് നമ്മുടെ ഹെയർ പാക്കുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം കൂടി ഒരുമിച്ചിടരുത്. ഏതെങ്കിലും ഒരെണ്ണം 1 മാസം തുടർച്ചയായിട്ട് ട്രൈ ചെയ്യുക, എന്നിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളത് ഒഴിവാക്കുക, എന്നിട്ട് അടുത്തത് നോക്കുക. കാരണം എന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും എല്ലാം സ്യൂട്ടാവണമെന്നില്ല. അപ്പോൾ എല്ലാവരുടെ സ്കിന്നെന്ന് പറയുന്നത് ഡിഫറൻ്റാണ്. അപ്പോൾ ഒരാൾക്ക് സ്യൂട്ടാവുന്നത് മറ്റാൾക്ക് സ്യൂട്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരാൾ പറയുകയാണ് എൻ്റെത് ശരിയായി, പക്ഷെ മറ്റാൾക്ക് അത് ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്നിട്ടുള്ള മരുന്നുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണ് നിങ്ങളുടെ സ്കിന്നിനും ഹെയറിനും, അപ്പോൾ അത് അപ്ലൈ ചെയ്യുക. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഖക്കുരു ആണെങ്കിലും താരനാണെങ്കിലും എന്തായാലും പോവും. അപ്പോൾ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.